അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് വളരെ അപകടം പിടിച്ച, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. ഇന്ന് എവിടെ നോക്കിയാലും സർപ്രൈസുകളാണല്ലോ. സർപ്രൈസ് വിസിറ്റ്, സർപ്രൈസ് ഗിഫ്റ്റ്, ഒക്കെ സർപ്രൈസാണ്. അങ്ങനെ ഈ സർപ്രൈസ് വിസിറ്റൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വരുന്നത്. അതായത് നമ്മൾ വീട്ടിൽ അറിയിക്കാതെ വീട്ടിലേക്ക് കയറി ചെല്ലുക. ഇത് പറയുമ്പോൾ ഇത് പ്രവാസികൾക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും, നമ്മുടെ സ്റ്റേറ്റിന്റെ പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഇതേപോലെ മാസങ്ങളോളം നിന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നുള്ളത്. ആ സമയത്തൊരു സർപ്രൈസ് കൊടുക്കുക, എന്നിട്ട് അവർ ആ ഒരു കരയുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കുക. ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാൾ ചെയ്യുമ്പോൾ പിന്നൊരാൾ കരുതുകയാണ് എനിക്കും അത് ചെയ്യണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കർശനമായി നിരോധിച്ചൊരു സംഭവമാണിത്. നമ്മൾ വീട്ടിലേക്ക് അറിയിക്കാതെ കയറി ചെല്ലുക എന്നുള്ളത്. ഇത് ഞാൻ ഹദീസ് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ദേവർഷോല ഉസ്താദ് പറയുന്ന വിഷയമുണ്ട്. നിങ്ങളൊന്ന് കേൾക്കണം. അവർ സലാം പറഞ്ഞ് തരുന്നുള്ള വിവരം അറിയിക്കുകയും വേണം. ഇത് എന്നിവിടെ വിവരിക്കുമ്പോ ഇപ്പോ വല്ലാത്ത ഒരു കാലം. ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു, ഭാര്യ അറിയുക. വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോഴേ പെണ്ണും കുട്ടികളും ഉമ്മി ബാപ്പൊക്കെ അറിയും. എത്ര വൃത്തികെട്ടൊരു ശരിയെന്നറിയാം. അപ്പൊ നമുക്ക് ഒരു ഹോബി. പക്ഷെ എന്റെ ഭവിഷ്യത്ത് എന്താ നിങ്ങള് റസൂലുള്ളാഹി പഠിപ്പിച്ചത് കഠിനമായ അതിന്റെ വല്ലാത്ത ഒരു വിരുദ്ധത നോക്കി. നിങ്ങള് ഭാര്യയോട് ഭാര്യ അറിയാതെ, വീട്ടിൽ ഉമ്മയും ഉപ്പൊക്കെ അറിയാതെ, ചെറ്റുചുരുങ്ങുന്ന ഭാര്യയെങ്കിലും അറിയാതെ ആ വീട്ടിൽ നേരെ ഗൾഫിൽ നിന്ന് വരിക. ഇപ്പോ ഭർത്താവ് അറിയാതെ ഇവിടെ നിന്ന് ഭർത്താവിന്റെ ബർത്ത്ഡേ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ബർത്ത്ഡേ ഒക്കെ എല്ലാവരും കൂടിയിട്ടുണ്ട്. ഇപ്പൊ അൽബിയാക്കാന്റെ ബർത്ത്ഡേ വരെ കഴിക്കുമ്പോൾ മക്കൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിലാണ് നടത്തം. ഇത്ര കാലങ്ങൾക്ക് ബർത്ത്ഡേ ഒന്നും പൂതി ഉണ്ടായില്ല. എപ്പോഴാണ് ബർത്ത്ഡേ? അപ്പോ ഞാൻ പറയുന്നത്, ഭർത്താവിന്റെ ബർത്ത്ഡേ അതിന് പെണ്ണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഗൾഫിലേക്ക് പോയി അറിയാതെ ഭർത്താവിന്റെ റൂമിലേക്ക് അങ്ങ് കിടന്നു ചെല്ലുക. അപ്പൊ ഭർത്താവിന് വലിയ ഇഷ്ടമെന്നല്ല പറയാ. ഒരു ഭാര്യ ഭർത്താവ് അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഭർത്താവിനോട് അന്വേഷിക്കാതെ തൃപ്തിയില്ലെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്രയൊരു മോശപ്പെട്ട ഒരു ശൈലിയാണ് ഈ ഉമ്മത്തിൽ നടക്കുന്നത്. ഈ ഉമ്മത്തിൽ പണത്തിന്റെ പളവളപ്പ് കാരണം, കാശിന്റെ പളവളപ്പ് കാരണം, നഊദുബില്ല, എന്തൊരു വൃത്തികേടാണ്. വൃത്തികേടെന്ന് ഞാൻ മലപ്പുറം പറയുന്നു, വല്ലാത്തൊരു വൃത്തികേട്. ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ, നമ്മൾ വീട്ടിലേക്ക് അറിയിക്കാതെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞ മറ്റൊരു കാര്യം, ഭർത്താവിന്റെ ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരിക്കും. അതിന് പ്രവാസ ലോകത്തുള്ള ഭർത്താവിനെ കാണാൻ വേണ്ടി ഭാര്യ പ്രവാസ ലോകത്തേക്ക് വരികയാണ് അറിയിക്കാതെ. ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്നും ഭാര്യക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അതിന് പറയുന്ന എന്താ അറിയോ, എൻ്റെ ഇക്കാക്കെല്ലാം സമ്മതാണ്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. എവിടെയെങ്കിലും ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നൊക്കത്തിനും സംവിധാനമുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഈ സംവിധാനം ഇല്ലാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണം. അത് എവിടേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിലും. എന്നിട്ട് ഇന്ന് ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും പറയുന്നത് എന്താ, അത് എൻ്റെ ഇക്കാക്ക് അതൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ ആവാൻ പാടില്ല. കാരണം ദീനുൽ ഇസ്ലാം നമ്മോട് ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ദീനുൽ ഇസ്ലാമിൽ പരിപൂർണമായി വിശ്വസിച്ച് നടക്കുന്നിടത്തോളം കാലം നമ്മൾ ആ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഇങ്ങനെ വീട്ടുകാരെ അറിയിക്കാതെ വരാൻ പാടില്ല എന്നതിനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വ്യക്തമായ ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഹദീസ് വരുന്നത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യതുറുക റജുലു അഹ്ലഹു ലൈലൻ. ഒരാള് രാത്രി കാലങ്ങളിൽ അവരുടെ വീട്ടിലേക്ക് അറിയിക്കാതെ വരാൻ പാടില്ല. ഇത് പണ്ട് കാലങ്ങളിൽ കച്ചവടം ചെയ്യാൻ പോകുന്ന ആളുകളെ കുറിച്ചാണ് കൂടുതലും ഇത് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. കാരണം കച്ചവടത്തിന് പോവുക എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിന്നിട്ടാണ് കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് വീട്ടുകാരെ അറിയിക്കാതെ വരാൻ പാടില്ല എന്ന് ആ കാലത്ത്, ഇന്ന് നമ്മളെപ്പോലെ ഇത്രയും ഈ കയ്യിലുള്ള മൊബൈൽ ഒന്ന് ഞെക്കിയാൽ വീട്ടുകാരെ കണ്ട് സംസാരിക്കുന്ന ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വീട്ടിലേക്ക് അറിയിക്കാതെ വരാൻ പാടില്ല എന്ന്. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ലൈലൻ, രാത്രിയിൽ എന്നുള്ളതാണ്.
എന്നാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ പറഞ്ഞത് രാത്രി മാത്രമല്ല പകലിലും ഇതേ വിധി തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവർ ഏതെങ്കിലും കോലത്തിലായിരിക്കും, അവർ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്തൊരു രൂപത്തിലായിരിക്കും അവരുണ്ടാവുക. അവര് അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നും അല്ലായിരിക്കും ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് കാണാൻ വിചാരിക്കുന്നത്? നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഭാര്യ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് നല്ല സുന്ദരിയായിട്ട് കാണണം എന്നാണ്. കാരണം ഒരുപാട് മാസങ്ങളോ അല്ലെങ്കിൽ വർഷമൊക്കെ നിന്നിട്ട് കാണാൻ വേണ്ടി പോകുന്ന ആളായിരിക്കും. അപ്പോഴത്തേനും ഏതെങ്കിലും ഒരു കോലത്തിൽ അല്ലെങ്കിൽ വീടൊന്നും ഒരു വൃത്തിയില്ലാതെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത അന്തരീക്ഷത്തിലാണ് നമ്മൾ അവിടെ കാണുന്നത് എങ്കിൽ അത് വളരെ ഒരു വിഷയമാണ്, അത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ ഇങ്ങനെ അറിയിക്കാതെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ അറിയിച്ചു കഴിഞ്ഞാലോ അവര് നല്ല ഒരുങ്ങിയിട്ട് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കാണുമ്പം തന്നെ നല്ല ഒരു സന്തോഷമുള്ള രൂപത്തിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയിക്കണം എന്ന് പറയുന്നുള്ളത്. അല്ലെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതല്ല. നമ്മളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് അതേപോലെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ, നമ്മുടെ കുടുംബം നന്നാക്കി തരുമാറാവട്ടെ, നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ, നമ്മെല്ലാവരെയും അള്ളാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.